ഹായ്, കുറേ നാൾക്ക് ശേഷം നല്ലൊരു തമിഴ് പടം കാണാൻ പറ്റി. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ മഹാരാജ. ഒരു മടിയൻ ബോഡി ലാംഗ്വേജും ഫൈറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രതികരിക്കേണ്ട സമയത്ത് അതിശക്തമായിട്ട് പ്രതികരിക്കുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജുള്ള ഒരു ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു നടനാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ളൊരു നടനാണ് നമ്മുടെ വിജയ് സേതുപതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ചിത്രം മഹാരാജ എന്ന് പറയുന്ന സൂപ്പർ പടം, എക്സ്ട്രാ ഓർഡിനറി പടം. കാരണം കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. എന്തായാലും തമിഴ് സിനിമയുടെ ആ ഒരു കുറേ നാളത്തെ ആ ഒരു നല്ല പടങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു പരാതി ഈ ഒരു പടം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലൊരു പടമാണ്. വലിയ മാസോ കാര്യങ്ങളൊന്നും ആദ്യമൊന്നും കാണിക്കുന്നില്ല. ഒരു നായകൻ്റെ ഇൻട്രോ തന്നെ വേറെ രീതിയിലാണ്. ജസ്റ്റ് മമ്മൂട്ടി പടങ്ങൾ മമ്മൂട്ടി ഇപ്പോൾ കാണിക്കത്തില്ല എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുമില്ല ഒരു ഇത് കാണിക്കും. ഒരു ഇൻട്രോയിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മൾ ഈ പടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും എൻഡ് കാർഡ് എഴുതി കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന രീതിയിലുള്ളൊരു പടമാണ്. ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു പടമാണ്. തിയേറ്ററിൽ പോയി മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട വിജയ് സേതുപതി പടങ്ങളിലൊന്നാണ് ഈ മഹാരാജ. അതുകൊണ്ട് നല്ല സൂപ്പർ പടം. എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് മഹാരാജ.